പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു ദിവസം കൂടി കർത്താവിന്റെ തിരുവചനം പറയാനുള്ള കൃപ കർത്താവ് എനിക്ക് ഒരുക്കി തന്നതിന് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ തിരുവചനത്തിലൂടെ നമ്മുടെ എല്ലാ വേദനകളും മാറിക്കിട്ടുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുവചനം ഗ്രഹിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. ഇന്നോളം കരുതിയ ഇത്രയും നന്മകളും കൃപകളും തന്ന ഈശോയെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്നറിയാം. അത്രയും കരുതലാണ് ഈശോ നമ്മളെ കരുതിയത്. ഇന്നത്തെ തിരുവചനം സങ്കീർത്തനം 43 അധ്യായം 4 തിരുവചനം. ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. ആമേൻ. കർത്താവിലേക്ക് നാം ചെല്ലാനാണ് ഇവിടുത്തെ തിരുവചനം പറയുന്നത്. നമ്മുടെ വേദനകളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് കൊടുക്കുക. നമ്മൾ കർത്താവ് എന്ത് ചെയ്താലും, എത്ര ചെറുതായാലും വലുതായാലും എന്ത് ചെയ്താലും അത് ദൈവത്തെ നമ്മൾ സ്തുതിക്കാൻ മറന്നു പോകരുത്. നമ്മൾ മനുഷ്യരോടെല്ലാം താങ്ക്സ് പറയും, എന്നാൽ ദൈവത്തോട് ചിലപ്പോൾ നമുക്ക് താങ്ക്സ് പറയാൻ മറന്നുപോകും. ഈശോയാണ് നമുക്കിതെല്ലാം ചെയ്തു തരുന്നതെന്ന് നാം ഓർക്കുക. എല്ലാ കാര്യത്തിലും ദൈവത്തിനെ സ്തുതിച്ചു പറയുമ്പോൾ അവിടുന്ന് നമ്മളെ കരുതിക്കൊള്ളും. നമ്മുടെ വേദനകൾ ഈശോയ്ക്ക് അറിയാം. ഈശോയ്ക്ക് നമ്മളെ അറിയുന്ന പോലെ ലോകത്ത് ഒരാൾക്കും നമ്മളെ അറിയില്ല. നമ്മുടെ എല്ലാ വേദനകളും ഈശോയുടെ തിരുസന്നിധിയിൽ കൊടുത്ത് അവിടുന്ന് നമ്മളെ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരുന്നു. എല്ലാ മഹത്വം ഈശോയ്ക്ക്. നന്ദി.